നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധഭൂമി സിയാച്ചിൻ ഗ്ലേസിയർ. ഇവിടെ മരണം തണുത്തുറഞ്ഞു കിടക്കുകയാണ്. -50 ഡിഗ്രി തണുപ്പ്, കാറ്റ് വീശിയാൽ പോലും ശരീരം മരവിച്ചു പോകുന്നിടം. അവിടെ പുരുഷന്മാർ മാത്രം വാണിരുന്ന ആ മഞ്ഞുമലയുടെ മുകളിൽ ഒരാൾ ചരിത്രം എഴുതി. അത് മറ്റാരുമല്ല, ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. 11ാം വയസ്സിൽ അച്ഛൻ പോയപ്പോൾ തകർന്നു പോകേണ്ടിയിരുന്ന പെൺകുട്ടി ഇന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ അഭിമാനമായി സിയാച്ചിന്റെ നെറുകയിൽ നിൽക്കുന്നു. ആ പോരാട്ടത്തിന്റെ കഥ കേൾക്കണ്ടേ? ഉദയ്പൂരിലെ ഒരു സാധാരണ കുടുംബം. അച്ഛൻ മരിച്ചപ്പോൾ ശിവയ്ക്ക് 11 വയസ്സേ ഉള്ളൂ. കയ്യിലൊന്നുമില്ല, മുന്നിൽ വലിയൊരു ശൂന്യത മാത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വേറെ. പലരും കരുതി ആ കുടുംബം തകരുമെന്ന്. പക്ഷെ ശിവയുടെ ഉള്ളിൽ ഒരു തീപ്പൊരി ഉണ്ടായിരുന്നു. യൂണിഫോം അണിഞ്ഞ് രാജ്യത്തിന് വേണ്ടി ഇറങ്ങണം. അത് ചെറുപ്പത്തിലേ ഉള്ള തീരുമാനമാണ്. അമ്മയും സഹോദരിയും കൂടെ നിന്നപ്പോൾ ശിവയുടെ ലക്ഷ്യം ഉറപ്പിച്ചു. പട്ടിണിയോ കഷ്ടപ്പാടോ ഒന്നും അവളുടെ സ്വപ്നത്തിന് മുന്നിൽ ഒരു തടസ്സമേ ആയിരുന്നില്ല. ഓരോ തടസ്സവും അവൾ ചവിട്ടുപടിയാക്കി മാറ്റി. അങ്ങനെ ആ ചെറിയ പെൺകുട്ടി വലിയൊരു പോരാളിയായി വളർന്നു. പഠനത്തിൽ എന്നും അതീവ ശ്രദ്ധാലുവായിരുന്നു ശിവ. ഉദയ്പൂരിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം സാങ്കേതിക വിദ്യയിലുള്ള താല്പര്യം കാരണം സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. എഞ്ചിനീയറിംഗ് പഠനം എളുപ്പമായിരുന്നുവെങ്കിലും സൈന്യത്തിൽ ചേരാൻ ആവശ്യമായ ശാരീരിക ക്ഷമതയും മാനസിക ബലവും വളർത്താൻ അവൾക്ക് ഇത് അവസരമൊരുക്കി. കോളേജ് വിദ്യാഭ്യാസത്തിനിടയിലും സൈനിക പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പുകൾ അവൾ ചിട്ടയോടെ പൂർത്തിയാക്കിയിരുന്നു. പലപ്പോഴും സഹപാഠികൾ വിശ്രമിക്കുന്ന സമയത്ത് അവൾ തന്റെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കഠിനമായ വ്യായാമങ്ങളിലും പഠനങ്ങളിലും മുഴുകി. തോൽവികളെ ഭയക്കാതെ ഓരോ ചെറിയ പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് അവൾ ആർമി സർവീസസ് സെലക്ഷൻ ബോർഡ് പരീക്ഷയെ നേരിടാൻ തയ്യാറായത്. അറിവ് ഒരു ആയുധമാണെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സിവിൽ എഞ്ചിനീയറിംഗിലെ പാഠഭാഗങ്ങൾക്കൊപ്പം ലോക രാഷ്ട്രീയവും സൈനിക തന്ത്രങ്ങളും ഭൗമശാസ്ത്രവും അവൾ മനഃപ്പാഠമാക്കി. അക്കാദമിക് പഠനവും കായികക്ഷമതയും ഒരേ സമയം കൊണ്ടുപോവുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ ദൃഢനിശ്ചയത്തോടെ അതിനെ അവൾ മറികടന്നു. ഓരോ ദിവസവും അവൾക്ക് പുതിയ പാഠങ്ങൾ നൽകി. തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വിദ്യാഭ്യാസവും അറിവും എത്രമാത്രം പ്രധാനമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. SSB പരീക്ഷയുടെ ഓരോ ഘട്ടങ്ങളിലും ഈ അറിവ് അവൾക്ക് ഗുണകരമായി. കഠിനമായ പരിശീലനങ്ങളിലൂടെയും അറിവിലൂടെയും അവൾ തന്നെ രൂപപ്പെടുത്തി. താൻ ആഗ്രഹിച്ച യൂണിഫോമിലേക്ക് എത്താൻ ആവശ്യമായ യോഗ്യതകൾ ഓരോന്നായി നേടിയെടുത്തു. ആത്മവിശ്വാസത്തോടെ പരീക്ഷകളെ നേരിടാൻ ഇതവളെ സഹായിച്ചു. ഏത് സങ്കീർണമായ വിഷയങ്ങളെയും ലളിതമായി മനസ്സിലാക്കാനുള്ള കഴിവ് അവൾക്കുണ്ടായിരുന്നു. തൻ്റെ അധ്യാപകരുടെ പിന്തുണയും സഹപാഠികളുടെ പ്രോത്സാഹനവും അവൾക്ക് കരുത്തായി. സൈന്യത്തിൽ ചേരുന്നതിനായി അവൾ നടത്തിയ ഓരോ ചെറിയ പരിശ്രമവും ഫലം കണ്ടു. വിദ്യാഭ്യാസം അവളുടെ ജീവിതത്തിലെ വലിയൊരു വെളിച്ചമായി മാറി. ആ വെളിച്ചം അവൾക്ക് ലക്ഷ്യസ്ഥാനം കാണിച്ചു കൊടുത്തു. അറിവും ഇച്ഛാശക്തിയും ഒന്നിച്ചപ്പോൾ അസാധ്യമായതൊന്നും ഇല്ലെന്ന് അവൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അലഹബാദിലെ SSB സെലക്ഷൻ പ്രക്രിയ ശിവയുടെ സൈനിക ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായമായിരുന്നു. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് അവിടെ അഖിലേന്ത്യാ തലത്തിൽ മത്സരിക്കാനായി എത്തിയിരുന്നത്. എന്നാൽ അതിനിടയിലും അസാമാന്യമായ മനോധൈര്യത്തോടെയും ലക്ഷ്യബോധത്തോടെയും ശിവ മുന്നേറി. അലഹബാദിലെ കഠിനമായ ശാരീരിക പരീക്ഷകളിലും മാനസികമായ അഭിമുഖങ്ങളിലും അവൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഒടുവിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്തു. ബുദ്ധിശക്തിയും കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ള പാഠവും അവളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കി. രാജ്യം മുഴുവൻ അവളുടെ ഈ നേട്ടത്തെ ശ്രദ്ധിച്ചു. ഇതിലും വലിയൊരു മത്സരം അതിജീവിച്ച് ഒന്നാമതെത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ശിവ അതിനെ തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് സാധ്യമാക്കി. ഈ വിജയം അവൾക്ക് സൈനിക അക്കാദമിയിലേക്കുള്ള വാതിൽ തുറന്നുകൊടുത്തു. പരിശീലനത്തിനായി ചെന്നൈയിലേക്ക് പുറപ്പെടുമ്പോൾ അവൾക്കറിയാമായിരുന്നു ഇതൊരു തുടക്കം മാത്രമാണെന്ന്. അലഹബാദിലെ ആ വിജയം അവളെ പലർക്കും പ്രചോദനമാക്കി മാറ്റി. തോൽവിയെ പേടിയില്ലാതെ മുന്നോട്ട് കുതിക്കുന്ന ഓരോ പെൺകുട്ടിക്കും ശിവ ഒരു മാതൃകയായി. എന്തിനെ നേരിടാൻ താൻ തയ്യാറാണെന്ന് അവൾ ഇതിലൂടെ തെളിയിച്ചു. പരീക്ഷകളുടെ ഓരോ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായും വ്യക്തമായും മറുപടി നൽകാൻ അവൾക്കായി. ഒരു സൈനിക ഉദ്യോഗസ്ഥയ്ക്ക് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും അവൾക്കുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. സിയാച്ചിൻ പോലുള്ള വലിയ ലക്ഷ്യങ്ങൾ അന്ന് അവളുടെ മനസ്സിലുണ്ടായിരുന്നില്ല എങ്കിലും മികച്ചൊരു സൈനികയായി മാറുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. അവളുടെ വിജയത്തിൽ പങ്കുചേരാൻ കുടുംബവും നാട്ടുകാരും ആവേശത്തോടെ നിന്നു. ഒരു പെൺകുട്ടിക്ക് എന്ത് നേടാൻ കഴിയുമെന്ന് തെളിയിച്ച നിമിഷമായിരുന്നു അത്. ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലെ ദിവസങ്ങൾ ശിവയുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനവും എന്നാൽ അവിസ്മരണീയവുമായ കാലഘട്ടമായിരുന്നു. അതിരാവിലെ എഴുന്നേറ്റിട്ടുള്ള കഠിനമായ വ്യായാമങ്ങൾ, നീണ്ട നടത്തങ്ങൾ, യുദ്ധതന്ത്രത്തിലേക്കുള്ള പരിശീലനം, തോക്കുകൾ കൈകാര്യം ചെയ്യാനുള്ള പഠനം എന്നിവയെല്ലാം അവളുടെ ജീവിതത്തിന്റെ ഭാഗമായി. ശാരീരികമായി മാത്രമല്ല മാനസികമായും തളരാതെ മുന്നോട്ട് പോവുക എന്നത് അവിടെ വലിയൊരു വെല്ലുവിളിയായിരുന്നു. പുരുഷ ഉദ്യോഗാർത്ഥികൾക്കൊപ്പമായിരുന്നു പരിശീലനം. എന്നാൽ അവരോടൊപ്പം കട്ടയ്ക്ക് നിന്ന് പൊരുതാൻ ശിവയ്ക്ക് സാധിച്ചു. ഓട്ടവും ചാട്ടവും കഠിനമായ അഭ്യാസങ്ങളും അവൾ പുഞ്ചിരിയോടെ നേരിട്ടു. തളരുമ്പോൾ പോലും തൻ്റെ ലക്ഷ്യം തൻ്റെ കണ്ണുകൾക്ക് മുന്നിലുണ്ടായിരുന്നു. അച്ചടക്കവും സമയനിഷ്ഠയും അവൾ അവിടെ നിന്ന് പഠിച്ചു. സൈന്യത്തിൻ്റെ ഭാഗമായി മാറുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് പരിശീലനം നൽകിയ ഓരോ ദിവസവും അവൾക്ക് ബോധ്യമായി. ചെന്നൈയിലെ ചൂടിനെയും കഠിനമായ അധ്വാനത്തെയും അവൾ അതിജീവിച്ചു. ഒടുവിൽ 2021 മെയ് മാസത്തിൽ ഇന്ത്യൻ ആർമിയുടെ എഞ്ചിനീയറിംഗ് കോർപ്സിലേക്ക് ലഫ്റ്റനന്റായി കമ്മീഷൻ ചെയ്യപ്പെട്ട നിമിഷം അവളുടെ അധ്വാനത്തിന്റെ ഫലമായിരുന്നു.
ഓഫീസറായി നിയമിക്കപ്പെടുമ്പോൾ അഭിമാനത്തോടെ അവൾ ആ യൂണിഫോം അണിഞ്ഞു. അവളുടെ പിതാവിൻ്റെ ആഗ്രഹവും അമ്മയുടെ പ്രാർത്ഥനയും ഈ യൂണിഫോമിലുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. അക്കാദമിയിലെ പരിശീലനത്തിന് ശേഷം തനിക്ക് കിട്ടിയ ചുമതലകൾ ഏറ്റെടുക്കാൻ അവൾ തയ്യാറായി. വെല്ലുവിളികളെ എന്നും പ്രണയിച്ചിരുന്ന അവൾക്ക് മുന്നിൽ ഒരു വലിയ യുദ്ധഭൂമി കാത്തിരിപ്പുണ്ടായിരുന്നു. സഹപ്രവർത്തകർക്കിടയിൽ ഒരു മികച്ച ഓഫീസറായി അവൾ അറിയപ്പെടാൻ തുടങ്ങി. കഠിനമായ പരിശീലനം നൽകിയ ആത്മവിശ്വാസം അവൾക്ക് എപ്പോഴും തുണയായി. തളരാതെ പൊരുതുന്ന ഒരു പോരാളിയായി അവൾ മാറി. ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് അവൾക്കെന്നും ഇഷ്ടം. ചെന്നൈ അക്കാദമിയിലെ ആ ദിവസങ്ങൾ അവൾക്ക് ശാരീരിക കരുത്ത് മാത്രമല്ല നൽകിയത്, ഏത് കടുത്ത സാഹചര്യത്തിലും തളരാത്ത മനസ്സ് നൽകി. അവിടെ പഠിച്ച പാഠങ്ങൾ സിയാച്ചിനിലെ മഞ്ഞുമലയിൽ അവൾക്ക് ഗുണമായി. ഈ പരിശീലനമാണ് അവളെ യഥാർത്ഥ ഓഫീസറാക്കി മാറ്റിയത്. ഓരോ തടസ്സങ്ങളെയും മറികടക്കാൻ അവൾക്ക് ആത്മവിശ്വാസം നൽകിയത് ആ ദിവസങ്ങളിലെ അനുഭവങ്ങളാണ്. സൈന്യത്തിൽ ചേർന്ന് ഉടനെ തന്നെ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ അവൾ താല്പര്യപ്പെട്ടു. സേവനത്തിന്റെ 1-ാം വർഷത്തിൽ തന്നെ കാർഗിൽ വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട് സിയാച്ചിൻ വാർ മെമ്മോറിയലിൽ നിന്നും കാർഗിൽ വാർ മെമ്മോറിയലിലേക്ക് നടത്തിയ സൈക്കിൾ പര്യവേഷണം അതിനൊരു വലിയ തെളിവായിരുന്നു. 11 ദിവസം കൊണ്ട് 508 കിലോമീറ്റർ ദുർഘടമായ പാതയിലൂടെയുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. കുന്നും മലയും താണ്ടി കാറ്റിനെയും മഴയും വകവയ്ക്കാതെ അവൾ മുന്നോട്ട് കുതിച്ചു. വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ മടിയില്ലാത്ത ഒരു ഓഫീസറായി അവൾ സ്വയം തെളിയിച്ചു. ശാരീരികമായ വേദനകളെ അവൾ പുഞ്ചിരിയോടെ നേരിട്ടു. തളരുമ്പോൾ പോലും സൈക്കിളിന്റെ പെഡലുകൾ ചവിട്ടുന്നത് നിർത്തിയില്ല. സൈനികരുടെ മനസ്സെപ്പോഴും ലക്ഷ്യത്തിലായിരിക്കണമെന്ന് അവൾക്കറിയാമായിരുന്നു. ഈ പര്യവേഷണത്തിലൂടെ സഹപ്രവർത്തകരുടെ ഇടയിലും അവൾക്ക് വലിയ മതിപ്പ് ലഭിച്ചു. ടീമിനെ നയിക്കാനുള്ള കഴിവ് അവൾക്ക് അന്നേ തന്നെ ഉണ്ടായിരുന്നു. ഈ അനുഭവം സിയാച്ചിൻ ദൗത്യത്തിന് വേണ്ടി അവളെ മാനസികമായി ഒരുക്കി. കാർഗിൽ വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു യാത്ര നടത്തിയത് വലിയ കാര്യവുമായിരുന്നു. തൻ്റെ രാജ്യത്തോടുള്ള പ്രതിബദ്ധത ഈ ചെറിയ ദൗത്യത്തിലൂടെ അവൾ പ്രകടിപ്പിച്ചു. ഈ അനുഭവങ്ങൾ സിയാച്ചിൻ ദൗത്യത്തിന് വലിയ കരുത്തായി മാറി. അവിടെയും കടുത്ത കാലാവസ്ഥയും തണുപ്പിലെ അതിജീവിച്ച് അവൾക്ക് പ്രവർത്തിക്കേണ്ടതുണ്ടായിരുന്നു. ഈ യാത്ര ഒരു വലിയ പരിശീലനമായിരുന്നു. ലോകത്തിലെ ഏറ്റവും മാരകമായ യുദ്ധഭൂമിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ശിവ അറിഞ്ഞിരുന്നു ഇനി വരാനിരിക്കുന്നത് ഏറ്റവും കഠിനമായ ദിവസങ്ങളായിരിക്കുമെന്ന്. സിയാച്ചിൻ ബാറ്റിൻ സ്കൂളിൽ വെച്ച് ശിവ പൂർത്തിയാക്കിയ പരിശീലനം വളരെയധികം കഠിനമായിരുന്നു. ഹിമപാതങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം, ഓക്സിജൻ കുറഞ്ഞ അന്തരീക്ഷത്തിൽ അതിജീവിക്കാനുള്ള വ്യായാമങ്ങൾ എന്നിവയെല്ലാം അതിൽ ഉൾപ്പെട്ടിരുന്നു. -ഡിഗ്രി തണുപ്പിൽ പോലും ശരീരം എങ്ങനെ ചൂടായി നിലനിർത്തണമെന്ന് അവൾ അവിടെ നിന്നും പഠിച്ചു. പുരുഷ സൈനികർക്കൊപ്പം ഒട്ടും മോശമില്ലാത്ത രീതിയിലാണ് അവൾ പരിശീലന മുറകൾ പൂർത്തിയാക്കിയത്. സിയാച്ചിനിലെ കഠിനമായ കാലാവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അവൾ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചു. ഒരു ചെറിയ പിഴവ് പോലും മരണത്തിലേക്ക് നയിക്കാവുന്ന സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ശിവ വളരെ ശ്രദ്ധയോടെയും കൃത്യതയോടെയും കാര്യങ്ങൾ നിർവഹിച്ചു. അതിജീവന വ്യായാമങ്ങൾ അവളെ ഏറെ സഹായിച്ചു. തണുപ്പിനെ എങ്ങനെ പ്രതിരോധിക്കണം, ഹിമപാതം ഉണ്ടായാൽ എങ്ങനെ രക്ഷപ്പെടണം തുടങ്ങിയ കാര്യങ്ങൾ അവൾ ഹൃദിസ്ഥമാക്കി. അവളുടെ ആത്മവിശ്വാസം കണ്ട് പരിശീലകർ പോലും അമ്പരന്നു പോയിരുന്നു. കഠിനമായ പരിശീലനത്തിനിടയിലും അവൾക്ക് മടുപ്പൊന്നും തോന്നിയിരുന്നില്ല. തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ താൻ സജ്ജയാണെന്ന് അവൾ തെളിയിച്ചു. എഞ്ചിനീയറിംഗ് കോർപ്സിൽ നിന്നുള്ള പരിശീലനം കൂടിയായപ്പോൾ അവൾ പൂർണ്ണമായി തയ്യാറായി. സിയാച്ചിൻ ബാറ്റിൽ സ്കൂളിലെ ഓരോ ദിവസവും പുതിയ പാഠങ്ങൾ നൽകി. താൻ ഒരു സ്ത്രീയാണെന്ന ബോധം പോലും അവിടെ ഇല്ലായിരുന്നു. ഒരു സൈനിക എന്ന നിലയിൽ തൻ്റെ കടമകൾ മാത്രം അവൾ ഓർത്തു. ഈ പരിശീലനത്തിന് ശേഷം താൻ സിയാച്ചിൻ്റെ മഞ്ഞു മൂടിയ നെറുകയിൽ ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറാണെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ആ പരിശീലനം നൽകിയ കരുത്ത് അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. സിയാച്ചിനിലെ ആ മാരകമായ തണുപ്പും അവളെ തോൽപ്പിക്കില്ല എന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 15,632 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ കുമാർ പോസ്റ്റിൽ നിയോഗിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസറായി ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ചരിത്രം കുറിച്ചു. മുൻകാലങ്ങളിൽ വനിതകളെ സിയാച്ചിൻ ബേസ് ക്യാമ്പുകളിൽ മാത്രമാണ് നിയമിച്ചിരുന്നതെങ്കിൽ കുമാർ പോസ്റ്റ് പോലുള്ള അതീവ അപകടകരമായ ഒരു ഫോർവേഡ് പോസ്റ്റിൽ ഒരു വനിതയെ നിയോഗിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു നാഴികക്കല്ലായിരുന്നു. -50 ഡിഗ്രി തണുപ്പിൽ ഓക്സിജൻ പോലുമില്ലാത്ത അവസ്ഥയിൽ അവിടെ ഡ്യൂട്ടി ചെയ്യുക എന്നത് ഏതൊരാളുടെയും സങ്കല്പങ്ങൾക്ക് അപ്പുറമാണ്. എന്നാൽ ശിവ വളരെ ധീരതയോടെ ആ ദൗത്യം ഏറ്റെടുത്തു. സ്ത്രീയാണെന്ന പരിഗണനയൊന്നും അവൾ അവിടെ ആവശ്യപ്പെട്ടില്ല. പകരം ഒരു സൈനിക ഓഫീസർ എന്ന നിലയിൽ തൻ്റെ എല്ലാ കടമകളും അവൾ കൃത്യമായി ചെയ്തു. അവിടെയുള്ള കാലാവസ്ഥ കഠിനമാണെന്ന് അവൾക്കറിയാമായിരുന്നു. എന്നാൽ അതിനെയെല്ലാം വെല്ലുവിളിക്കാൻ അവൾ തയ്യാറായിരുന്നു. രാജ്യത്തിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ആ പോസ്റ്റിൽ ഒരു സ്ത്രീയെ നിയോഗിച്ചത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആത്മവിശ്വാസത്തെയും ശക്തിയും ഉയർത്തി. അവിടുത്തെ കഠിനമായ സാഹചര്യങ്ങൾ പോലും അവൾക്ക് സന്തോഷം നൽകി. കാരണം താൻ തൻ്റെ രാജ്യത്തിനായി സേവനം ചെയ്യുകയാണെന്ന് അവൾ അഭിമാനിച്ചു. കുമാർ പോസ്റ്റിലെ ഡ്യൂട്ടി അവളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ദിവസങ്ങളായിരുന്നു. കുമാർ പോസ്റ്റിലെ 3 മാസത്തെ ദൗത്യം ശിവയുടെ നേതൃപാടവത്തിൻ്റെ വലിയൊരു പരീക്ഷണം കൂടിയായിരുന്നു. അതിർത്തിയിലെ തന്ത്രപ്രധാനമായ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിപാലനം, ഹെലിപ്പാഡുകളുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കൽ തുടങ്ങിയ നിർണായക ചുമതലകൾ അവൾക്കുണ്ടായിരുന്നു.
സിയാച്ചിനിലെ കടുത്ത മഞ്ഞുവീഴ്ചകൾക്കിടയിലും ലോജിസ്റ്റിക് ഏകോപനം നടത്തുക എന്നത് അതീവ ദുഷ്കരമായ ഒന്നാണ്. എന്നാൽ ശിവ തന്റെ സംഘത്തെയും കൂട്ടി ഒരു പരാതിയുമില്ലാതെ ഓരോ ദൗത്യം കൃത്യമായി പൂർത്തിയാക്കി. ഏത് പ്രതിസന്ധിയിലും തളരാത്ത മനസ്സ് അവൾക്കുണ്ടായിരുന്നു. സിയാച്ചിനിലെ കഠിനമായ തണുപ്പ് അവളുടെ പോരാളിയെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റി. താൻ തോൽക്കാൻ ജനിച്ചവളല്ലെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് കൂടുതൽ നന്നായി പ്രവർത്തിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. പിതാവിന്റെ വിയോഗത്തിൽ തകർന്നു പോകാതെ സ്വപ്നങ്ങളെ മുറുകെ പിടിച്ച് അവൾ സഞ്ചരിച്ച പാത ഇന്ന് രാജ്യത്തെ ലക്ഷക്കണക്കിന് പെൺകുട്ടികൾക്ക് വെളിച്ചമാണ്. പ്രതിസന്ധികൾ ജീവിതത്തിന്റെ അവസാനമല്ല, വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ അവൾ കാണിച്ചു തന്നു. സിയാച്ചിനിലെ മഞ്ഞുമലകൾക്കിടയിൽ അവൾ എഴുതിയത് ധീരതയുടെ ഒരു പുതിയ ചരിത്രമാണ്. ഏത് കഠിനമായ സാഹചര്യത്തിലും ലക്ഷ്യം മറക്കാതെ പ്രവർത്തിച്ചാൽ വിജയം ഉറപ്പാണെന്ന് അവൾ തെളിയിച്ചു. പെൺകുട്ടികൾക്ക് സൈന്യത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന പഴയ ധാരണ അവൾ തകർത്തു. സിയാച്ചിൻ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം അവൾ പല വേദികളിലും സംസാരിച്ചു. അവിടെയെല്ലാം അവൾ നൽകിയ സന്ദേശം ഒന്ന് മാത്രമായിരുന്നു: ധൈര്യമായി മുന്നോട്ട് പോവുക. അവളുടെ വാക്കുകളിൽ ആത്മവിശ്വാസം നിലനിന്നിരുന്നു. ഇന്ന് അവൾ പല പെൺകുട്ടികൾക്കും ഒരു റോൾ മോഡലാണ്. അവരെ പോലെ സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അവൾ വലിയൊരു വഴികാട്ടി തന്നെയാണ്. ഇനിയും ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെയുള്ള കഠിനമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നു. അവളുടെ നേട്ടങ്ങൾ രാജ്യത്തിന് അഭിമാനമാണ്. ആ അഭിമാനം വരും തലമുറകളിലും നിലനിൽക്കും. ക്യാപ്റ്റൻ ശിവ ചൗഹാൻ എന്നും ഒരു ധീരതയുള്ള പോരാളിയായിരിക്കും. ധീരതയുടെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതിരൂപമായി അവളെന്നും നിലനിൽക്കും. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.